നമസ്കാരം, റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി അഡർ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആര്യങ്കാവിലാണ്. ആര്യങ്കാവ് പാലരിക്കടുത്തുള്ള ഒരു പെപ്പർ ആൻഡ് ക്ലൗ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു റിസോർട്ടാണ്. ഇവിടെ രാജേഷ് എന്ന പേരുള്ള ഒരു ഷെഫുണ്ട്. അദ്ദേഹമാണ് ഇന്ന് ഈ ഫിഷ് നിർവ്വാണ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. നമുക്കിനി അതിലേക്ക് പോവാം. നമസ്കാരം. ഇതെന്താണ് ഈ ഫിഷ് നിർവ്വാണ? ഇത് ഏത് മീനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ആക്ച്വലി മോത നമുക്ക് ഇപ്പം എടുത്തിരിക്കുന്നത് മോതയാണ്. ആവോലി നല്ല മീനാണ്. പക്ഷെ ഏത് മീനിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചൂര, നെയ്മീൻ, നെയ്മീനിൽ ചെയ്യാൻ പറ്റും, കൊഞ്ചിലും ചെയ്യാൻ പറ്റും, എല്ലാ മീനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഫിഷ് നിർവ്വാണ. അതെങ്ങനെ ഈ ഫിഷ് നിർവ്വാണ എന്ന് ഇതിന് പേര് വന്നേ? അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതെന്തൊക്കെയാണ് ഇതിന്റെ ചേരുവകൾ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. നമ്മുടെ ഇത് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിക്കുവാണത്. അതെ. ഇതില് നമുക്കുള്ളത് കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ സാധാ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, നമ്മുടെ സ്വന്തം ലെമൺ ജ്യൂസ്, നമ്മുടെ സ്വന്തം പെപ്പർ പൗഡർ, സോൾട്ട്, ജിഞ്ചർ, ഗാർലിക്, നീളത്തിലരിഞ്ഞ പച്ചമുളക്, പിന്നെ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഈ പാത്രം എന്തായിരിക്കും? ഇതാണ് തേങ്ങാപ്പാലാണ്. ഇതാണ് തേങ്ങാപ്പാൽ അല്ലേ? ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് നമ്മളിത് ആക്ച്വലി ഇത് പൊള്ളിച്ചെടുക്കുന്ന സംഭവമാണ്. നമ്മൾ തേങ്ങാപ്പാലാണ് പൊള്ളിക്കാൻ. എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല. പൊള്ളിക്കാൻ എണ്ണ കുറച്ച് ഉപയോഗിക്കും. എന്നാലും ഈ തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിച്ചെടുക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ ശരിക്കും ഈ ഒന്നാം പാലാണോ രണ്ടാം പാലാണ്? ഒന്നാം പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള പാല് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പണിപ്പുരയിലേക്കാണ്. എങ്ങനെയാണ് ആദ്യം ഇതിന്റെ തുടക്കം? എങ്ങനെ പറ. എനിക്ക് കത്തിക്കാം, തുടങ്ങാം. ഇപ്പം നമ്മൾ കത്തിക്കണ്ട. ആദ്യം നമ്മൾ ഈ ഫിഷ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മസാലയൊക്കെ ചേർത്ത് വെക്കണം അല്ലേ? അതൊരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തൊക്കെയാ ആദ്യം ഇതിൽ ചേർക്കുന്നത്? നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ നാടൻ മുളക് പൊടി. എരിവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം അല്ലേ? ഇത് കാശ്മീരിയാണ്. കാശ്മീരി കളർ കൂടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി. ഇതൊക്കെ ഒരു നുള്ളൊക്കെ പിടിച്ച് കണ്ണിലേക്ക് ഇട്ടാൽ നല്ല രസമായിരിക്കും ഇല്ലയോ? പിന്നെ നമ്മൾ ഇടുന്നത് പെപ്പർ പൗഡറാണ്. ശകലം പെപ്പർ പൗഡർ. അത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലെ പൗഡർ അല്ലേ? പെപ്പർ ആൻഡ് ക്ലൗവിലെ പെപ്പർ ആണ്. അതിൽ നമ്മൾ ഇടാൻ പോകുന്നത് സോൾട്ടാണ്. ഇതെങ്ങനെ ഉണ്ടല്ലേ? ഉപ്പൊക്കെ ഉണ്ടോ? ചോദിച്ചു നോക്കും. ഉപ്പുണ്ടോ നോക്ക്. ഉപ്പൊക്കെ ഉണ്ടല്ലേ? അപ്പം ഉപ്പ് അത്രേ ഉള്ളൂ അല്ലേ? ഒരു നാരങ്ങ അങ്ങോട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് എടുത്ത് അപ്പം ഇങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്യുമോ? മൂന്നായിട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് സീഡ്സ് പോകത്തില്ല. ഓ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇല്ല. അപ്പം ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞ് വേണം എടുക്കാൻ അല്ലേ? ഇതിൻ്റെ ജ്യൂസ് കുറച്ച് നമ്മൾ ശരിക്കും ഇതിനകത്ത് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നതിൻ്റെ ഒരു ഇത് നമ്മുടെ ഫിഷ് ഒന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ ചെറിയൊരു പുളിയും കാണും. സോഫ്റ്റ് ആകാനാണ് നല്ല സോഫ്റ്റ് ആയിട്ട്. എണ്ണ കൂടെ കുറച്ച് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മുടെ കൂടെ മിക്സ് ചെയ്തെടുക്കും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇത് എത്ര നേരത്തെ വെക്കണം ഇത് എന്നല്ലേ? ഈ ചേട്ടൻ എത്ര നാളുകൊണ്ട് ഈ കുക്കിംഗ് മേഖലയിൽ സജീവമായിട്ടുണ്ട്? ഞാനൊരു 20 വർഷമായിട്ട് കുക്കിംഗ് മേഖലയിലാണ് ഉണ്ട്. എവിടെയാണ് ഈ കുക്കിംഗ് പഠിച്ചത്? ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെ ഈ ധാരാവിക സ്ഥലത്തൊന്നുമല്ലേ? അല്ല. അവിടെ ഒറ്റ രാത്രി കൊണ്ട് മുട്ടും കുക്കിംഗ് ചെയ്ത് എല്ലാവരെയും ഭക്ഷണം കഴിപ്പിച്ച് വയർ നിറപ്പിച്ച ആളൊന്നുമല്ലല്ലേ? അല്ല, ഞാൻ ഒരു ലിമിറ്റഡ് കമ്പനിയിലായിരുന്നു. രാധാകൃഷ്ണ ഹോസ്പിറ്റാലിറ്റി സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. അവിടെ നിന്നാണോ പഠിച്ചത്? ആരായിരുന്നു ഗുരുനാഥൻ? പീറ്റർ ഡിക്രൂസ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ. പീറ്റർ ഡിക്രൂസ എന്ന ഗുരുനാഥനിൽ നിന്നും പഠിച്ച പാഠങ്ങളുമായി ഇതാ നമ്മുടെ ആര്യങ്കാവിലെ പാലരുവിയിലെ പെപ്പർ ആൻഡ് ക്ലൗവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ എത്ര നാളായി? ഇവിടെ 4 മാസമായി. 4 മാസമായി. ഈ 4 മാസമായി ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നതിന് ശേഷം രാജേഷേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കാനായിട്ട് ഇവിടെ സഞ്ചാരികൾ എത്താറുണ്ടോ? ഒത്തിരി പേര് വരുന്നവരൊക്കെ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഡിഷൊക്കെ വേണമെന്നാണോ? അതെ. ഇതിന്റെ പേരങ്ങ് മറന്നു പോകുന്നില്ലേ? കൂടെ ഫിഷ് നിർവ്വാണയൊക്കെ വേണം ആവശ്യപ്പെട്ട ആൾക്കാർ വരാറുണ്ടോ? കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടാമത് ആവശ്യപ്പെട്ട ആൾക്കാർ വരാറുണ്ട്.
എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അതല്ലേ. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ നെടുനീളത്തിന് വെട്ടിയ ഈ തൂസനിലുള്ള പരിപാടി എന്താ? അതിലാണ് നമ്മൾ പൊള്ളിക്കുന്നത്. ഇതിനാണ് പൊള്ളിക്കുന്നത്. ഇപ്പം അത് ചൂടായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുവാണ് അല്ലേ? പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ സകലം മതി. നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ എപ്പോഴും ചേർക്കും? തേങ്ങാപ്പാൽ ഇപ്പോഴല്ല, ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇലയിൽ കുക്ക് അവസാനം ഉണ്ട് ഒരു പരിപാടി അതല്ലേ? അപ്പം നമ്മുടെ ഫിഷ് നിർവ്വാണയുടെ ആദ്യ ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. മസാല തേച്ച് വെച്ച ഈ മീനിനെ പാനിലേക്ക് ഇടുകയാണ്. ഇതിനെ പൊള്ളിച്ചെടുക്കുകയാണ് ആദ്യം അല്ലേ? ഇത് രണ്ട് വശവും ഇങ്ങനെ നല്ല പോലെ നമ്മൾ എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? ഈ വരുന്ന സഞ്ചാരികൾക്ക് എന്തൊക്കെ പാക്കേജ് ഉണ്ട്? പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അക്വാചർ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഈ കിടക്കുന്നതല്ലേ അല്ലേ? ഇതെല്ലാം ഈ കിടക്കുന്ന റോപ്പിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നാട് ഇവിടെ അമ്പും ബില്ലുമൊക്കെ ഉണ്ട്. ഇത് സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലേ? ഇതൊക്കെ വെച്ച് ഇവിടെ യുദ്ധം ചെയ്താൽ കളിക്കുമല്ലേ? അപ്പോൾ വരുന്ന ഒരു സഞ്ചാരിക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ശാരീരിക മാനസിക ഉല്ലാസത്തിനും അതിനുപരി വയർ നിറച്ച് നല്ല കീടലം ഭക്ഷണം കഴിച്ചിട്ട് പോവാം അല്ലേ? അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥാപനം. അപ്പം ഇവിടെ നമുക്ക് വന്ന എല്ലാ ഈ ക്യാമ്പ് ഫയർ അതുപോലുള്ള എല്ലാം ഉണ്ടല്ലേ? ടെന്റുകളൊക്കെ ഇവിടെ കുറെ കണ്ടല്ലോ. ടെന്റ് നമുക്ക് 10 പേര് താമസിക്കാനുള്ള വലിയ ടെന്റ് 2 ഉണ്ട്. ആണല്ലേ? അതെ. അപ്പൊ ആ ടെന്റിൽ 10 പേർക്ക് ഒരുമിച്ച് താമസിക്കാം. ഫാമിലിയായിട്ടൊക്കെ ഒറ്റയ്ക്ക് വന്ന് അവർക്ക് താമസിക്കണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെന്റ് ഉണ്ട്, സിംഗിൾ ടെന്റ്. അത് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർ എവിടെയാണ് ആവശ്യപ്പെടുന്നത് അവിടെ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ട്രക്കിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം 10-30 പേര് വന്നു കഴിഞ്ഞാൽ റൂമും ടെന്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നാൽ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരിടമാണ്. നല്ല ഒന്നാന്തരം ഫുഡുണ്ടാക്കുന്ന രാജേഷേട്ടനെ പോലുള്ള ഒരു ഷെഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഒരു ഫുൾ ഡേ ഒക്കെ ഇവിടെ ചിലവഴിച്ച സമയം പോകുന്ന അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സഞ്ചാരികൾക്ക് ഇവിടെ എത്താൻ ഈ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ഇടമാണിത്. കാരണം അതിന് പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആളുകൾക്ക് നല്ല ഒരു സന്തോഷം, അത് കായികമായും ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിനും വനമാണ്, ബാക്കി പറയണ്ടല്ലോ. അപ്പം ശരിക്കും ഇങ്ങനെ മുരിഞ്ഞു വരുവാണ്. അപ്പം നമ്മളെ ഇതിപ്പോൾ മുറിയണ്ട. ഇത് നമുക്ക് ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കും? ഇത് മാക്സിമം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്കിത് മീൻ മാത്രം വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളൊരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വാഴ എഴുതി വെച്ചിട്ട് നമുക്ക് വേവിക്കാനുള്ളതാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് ശരി. അപ്പോൾ ശരിക്കും ഇതിൽ മുരിഞ്ഞു വരുന്ന ഒരു സമയം എടുക്കത്തേ ഉള്ളു അല്ലേ? അതിരിക്കട്ടെ, എവിടെയാണ് നാട്ടിലെവിടെയാണ് പക്ഷേ എവിടെയാണ് ചേട്ടൻ്റെ സ്വദേശം? എൻ്റെ സ്വദേശം ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ പീരിമേട്. പിന്നെ കൊള്ളാം. പീരിമേടിൽ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏലപ്പാറ എസ്റ്റേറ്റ് ഒക്കെ ഒരുപക്ഷെ വളരെ പ്രശസ്തമായ എസ്റ്റേറ്റ് അല്ലയോ? അതെ. അപ്പം ഏലപ്പാറയുടെ ശരിക്കും എന്ന് പറയുന്നത് ഈ നല്ല തേയിലയുടെ ഗന്ധം അറിഞ്ഞു വളർന്ന ഞാൻ തോട്ടത്തിന്റെ അകത്താണ് ഞങ്ങളുടെ വീടൊക്കെ അല്ലേ? തേയില നുള്ളാനൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ചെറുപ്പത്തില് തേയിലത്തോട്ടത്തിലൊക്കെ അതിന്റെ നമ്മൾ ഓടിച്ചാടി കളിച്ച് വളർന്നത് സ്ഥലമാണല്ലേ ഏലപ്പാറ. എന്തായാലും പിന്നെ അവിടെ നിന്നാണ് പിന്നെ എങ്ങനെ ഈ കുക്കിംഗ് മേഖലയിലേക്ക് എത്തിയത്? ഈ ബോംബെയിൽ എത്തിയതിനു ശേഷമാണല്ലേ? നമ്മുടെ ഗുരുനാഥിൽ നിന്നും പകർന്നു കിട്ടിയ വിദ്യകളാണ് നമ്മളിതിനെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിരിക്കട്ടെ, ചേട്ടൻ ഒരു ഗുരുനാഥനുണ്ട്. ചേട്ടൻ എത്ര ശിഷ്യന്മാരുണ്ട്? ശിഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഗോവയിലൊക്കെ ജോലി ചെയ്തിട്ട് കുറേ പിള്ളേരെ എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ത് എന്തെങ്കിലും പിന്നെ ചില ആശാന്മാർ ഈ അവസാനം ഒരു കാര്യം മാത്രം പഠിപ്പിക്കത്തില്ലെന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കാതിരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സീക്രട്ട് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പൊ ചേട്ടൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഏതെങ്കിലും ഈ ഐറ്റംസ് ഉണ്ടോ?
ഉണ്ട്. അതെന്താ? നമ്മൾ ചിക്കൻ കോക്കനട്ട് ഫ്രൈ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. നല്ല ഐറ്റമാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി സ്ഥലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണല്ലേ? ചിക്കൻ കോക്കനട്ട് ഫ്രൈ. ആ ശരി. അതെന്താ അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയതെന്താ? ഇത് എനിക്കൊരു ഐറ്റം ഉണ്ടാക്കണം. നമ്മുടെ സ്വന്തം പേരിൽ ഐറ്റം വേണമെന്ന് തോന്നി. രാജേഷ് എന്ന പേരിൽ നമ്മൾ തങ്കലിപികളാൽ എഴുതി വെക്കണം എന്ന് തോന്നിയ സാധനമാണ് ഈ ചിക്കൻ കോക്കനട്ട് ഫ്രൈ അല്ലേ? അതുപോലെ ഈ ഇതിനകത്തും എന്തെങ്കിലും വ്യത്യസ്തത വരുത്തി പരീക്ഷണങ്ങൾ നടത്തി നോക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിപ്പം ആ രീതിയിൽ ചെയ്യുന്നില്ല. നമുക്ക് ഇനി അത് ചെയ്യാനുള്ള ഒരു ഐഡിയയിലുണ്ട്. ഇവിടെ ഈ സ്ഥാപനത്തില്, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ചേട്ടൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഈ മാനേജ്മെന്റ് കട്ട സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഇവിടെ സമീർ സാർ എന്നൊരു സാറുണ്ട്. സാറ് നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഓണർ നല്ല സപ്പോർട്ടാണ്. സ്റ്റാഫും എല്ലാവരും നല്ല സ്റ്റാഫാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഈ സഞ്ചാരികളൊക്കെ, ടൂറിസ്റ്റുകളൊക്കെ മലയാളികളാണോ അതോ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടോ? വിദേശത്തിന്റെ ആൾക്കാരും വരുന്നുണ്ട്. നോർത്തിൽ നിന്നും വരുന്നുണ്ട്. നോർത്തിൽ നിന്ന് വരുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്നുകൊണ്ടെല്ലാം അറിയാമല്ലേ. അപ്പം ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവ്വാണയ്ക്ക് വേണ്ടിയുള്ള മീനൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അടുത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി അതിനെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓ അത് ശരി. തേങ്ങാപ്പാലിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. നമ്മൾ വാഴ ഇലയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടല്ലേ നമ്മുടെ ഈ തൂസനിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് ആദ്യം എടുത്ത് വെച്ചതല്ലേ? അത് ഞാൻ ചോദിച്ചു എന്തിനാ ഈ ഇലയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്? അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ അടുത്ത കലാപരിപാടി അല്ലേ? ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുഴിയുള്ള പാത്രമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കരിച്ചട്ടിയോ എന്തായാലും കുഴപ്പമില്ല. കുക്കർ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. അല്ല കുറച്ച് വലിയ കുക്കർ ആയാലും കുഴപ്പമില്ല നമുക്ക്. അല്ല, ഇത് ഏകദേശം ഒരു കുഴിയുള്ള പാത്രം വേണം അതിനകത്ത് കുക്ക് ചെയ്യാനുള്ളത്. ഒരു കരിച്ചട്ടിയാണ് ഏറ്റവും ബെറ്റർ. ഓ അത് ശരി. നമുക്ക് കരിച്ചിട്ടില്ലാഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് അളവെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇല കീറി പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല കീറരുത്. അതെ, ഇലക്കകത്താണ് നമ്മൾ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യം വാട്ടിയൊന്നും വെക്കണ്ടേ? വേണ്ട, അത് തന്നെ ഇപ്പം നമ്മൾ തീ കത്തിക്കുമല്ലോ. തീ കത്തിക്കുമ്പോൾ വാടാൻ പോകും. അപ്പോൾ കുറച്ച് ഓ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനം എടുത്ത് ഇനി നമ്മൾ ഇത് ഫാൻ ഓണാക്കും. കത്തിയില്ല. നമ്മുടെ സാധനമായിട്ട് സെറ്റ് ചെയ്യുന്നു. ചൂടായതിനു ശേഷം നമ്മൾ ഈ ഇല ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം ഇച്ചിരി ഇത് ഇറക്കി വെച്ചിട്ട് ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇല വാടി വരുന്നുണ്ടല്ലോ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ശകലം വെളിച്ചെണ്ണയിൽ ഒഴിക്കണം. ഇലക്കകത്ത് ഒഴിച്ചു കൊടുക്കും അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഇല പുറത്ത് വെച്ച് വാട്ടിയിട്ട് എടുത്ത് വെക്കാൻ പറ്റുമോ? പറ്റില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2 കരിയാപ്പില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ മുഴുവനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 3 കരിയാപ്പില നമ്മൾ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കും. ഓ, എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കുക. അതെ. ഇത് വലിയ കറിവേപ്പിലാന്നല്ലേ? നമ്മുടെ പറമ്പുള്ളതല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പപ്പറും എല്ലാം നമ്മുടെ സ്വന്തം പറമ്പിലെ സാധനങ്ങൾ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ പിടിച്ചു തരാം. ഇതിൻ്റെ മീനാണ് ഇതിനകത്ത് നമ്മൾ. ഓ, ഇത് നമ്മൾ വറുത്ത് ഫ്രൈ ആക്കി വെച്ച മീനെടുത്ത് ഇതിനകത്തോട്ട് വെക്കുക. എണ്ണ വേണ്ട, എണ്ണയില്ലാതെ എടുക്കുക. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലെടുക്കുക. തേങ്ങാപ്പാലാണ്. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്ത ഒരു തേങ്ങയുടെ 1-ാം പാലാണ് അതല്ലേ? അതെ, 1-ാം പാലാണ്. നമ്മൾ കട്ടിയുള്ള പാലാണ് വേണ്ടത്. വെള്ളം കുറച്ച് നമ്മളിത് എടുക്കണം. ഇത് നല്ല നിറയുന്ന രീതിയിൽ. ഓ, ഇത് നിറയുന്ന രീതി ഒഴിക്കണം അല്ലേ? ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിപ്പോൾ ശരിക്കും എല്ലാം മുങ്ങി തന്നെ കിടക്കണം.
ഇനി എന്താണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്. ഇഞ്ചി സകലം അതിട്ട് കൊടുക്കുക. ഇപ്പം ഈ മുളകൊക്കെ എപ്പോഴാണ് എന്തിടുന്നത്? മുളകിടും. ഇനി അത് കഴിഞ്ഞ് സകലം വെളുത്തുള്ളി. വെളുത്തുള്ളി ഇടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലേ? വെളുത്തുള്ളി, സകലം പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലേ? ഇത്തിരി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പാണല്ലേ? ആവശ്യം നമുക്ക് മീനിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നമുക്ക് ഈ ഗ്രേവിക്ക് മാത്രമുള്ള സകല ഉപ്പ് നമ്മൾ ഒഴിച്ചാൽ മതി. ഇത് വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിൻ്റെ പുറത്ത് തന്നെ ചാളം പൂളം ഭാര്യം ഇടുമല്ലേ? അതെ. അപ്പം അതിന് ഇനി മൂടി വെക്കുമോ? ഇത് സാധനം മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാം. സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കുന്നത്. കുറച്ച് നേരം ഇതിപ്പം എത്ര നേരം വെക്കണം? ഇതൊരു നമുക്കൊരു 5 മിനിറ്റ് വെന്ത് കിട്ടും. ഈ തേങ്ങാപ്പാൽ സകലം കട്ടിയാകും. കട്ടിയാകുമ്പോൾ ഇത് ഓക്കെ. അത്രയേ ഉള്ളൂ സംഭവം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ കെട്ടി വെക്കുന്നില്ലയോ? ഇല്ല. ഇതിങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ഓ, അത് ശരി. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. മണം വരുന്നുണ്ട്. പക്ഷേ ഈ വാഴയിലയുടെ ഒരു മണം വരുന്നുണ്ട്. ആ ഒരു ഞാൻ ചെയ്തതല്ല, ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഇറക്കി വെച്ച് വേവിക്കാൻ ചോദിച്ചത്. നമ്മുടെ ഈ കിഴിയായിട്ട് നമ്മൾ കിഴി കിട്ടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കൂടെ നമുക്ക് എടുത്ത് ഇങ്ങനെ ഇത് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ പറ്റുമല്ലേ? നല്ല മണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാഴയിലേക്കകത്ത് ചോറൊക്കെ പൊഞ്ഞുകൊണ്ട് പോകുമ്പം. ഒരു പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ ഈ ഇത് പൊട്ടിപ്പോയോ? നമുക്കേ ഒരുപക്ഷെ ഈ എന്താ പറയുന്നത്, അങ്ങനെ കിഴി കെട്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം നടത്തി നോക്കിയാൽ എന്താ ചെയ്യാൻ പറ്റും? ഇത് ഇപ്പൊ ഇങ്ങനൊരു രീതിയിൽ ഇത് കണ്ടുപിടിച്ചാരാ? കൃഷ്ണപിള്ള അല്ലേ? സുരേഷ് പിള്ള. നമ്മുടെ സുരേഷ് ചേട്ടനെ ഇതിങ്ങനെ കണ്ടുപിടിച്ചു. ഇപ്പോൾ രാജേഷ് ചേട്ടൻ ചെയ്യേണ്ടത് ഇനി ഈ സാധനം കിഴിയായിട്ട് കെട്ടി അത് ഇറക്കി വെച്ച് ഒന്ന് വേവിക്കുന്ന രീതിയിൽ സംഭവം ചെയ്യണം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഇപ്പം എന്തായാലും ചേട്ടൻ ഒരു വ്യത്യസ്തമായ നിങ്ങളുടെ തനതായ ഒരു ചിക്കൻ കോക്കനട്ട് ഫ്രൈ കണ്ടുപിടിച്ചതുപോലെ ഇത് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അതൊന്ന് പരീക്ഷിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ, ഇദ്ദേഹം ഒരുപാട് നല്ല ഒരു ഷെഫാണ്. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന ഈ റിസോർട്ടിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും രുചിയുള്ള ഭക്ഷണം വയറ് നിറച്ചു കൊടുക്കുന്ന ഒരു ഷെഫാണ്. അതുകൊണ്ട് തന്നെ പറയാം, ഇവിടെ എത്തുന്ന ആളുകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ പറയുന്ന ഏത് ഫുഡും അല്ലേ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും. അതിനിപ്പം നോർത്ത് ഇന്ത്യൻ അല്ല, ഏത് ഇന്ത്യൻ ഫുഡായാലും ഈ നോർത്ത് ചെയ്യും. ഇതല്ലാതെ പക്ഷേ നമ്മുടെ വിദേശികളായിട്ടുള്ള സായിപ്പന്മാരും ഒക്കെ വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവർ വന്നാൽ അവർക്ക് ആക്ച്വലി ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് എരിവ് പാടില്ല. ഓ, അത് ശരി. തേങ്ങാപ്പാൽ നമുക്ക് എരിവ് കുറച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ അവർക്ക് തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. തേങ്ങ അവർക്ക് ചട്നി ഉണ്ടാക്കി കൊടുത്താൽ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ചട്നി എന്ന് പറഞ്ഞാൽ അത് ലോക പ്രശസ്തമല്ലേ? എന്ത് കാണും സാധനം? ഇല്ലേ? ഇത് ഓൾറെഡി അങ്ങ് ടൈറ്റ് ആവോ? ഇല്ല, റബ്ബറും പാലങ്ങ് കട്ടിയാവുന്ന പോലെ ആണല്ലേ? ഇത് നമുക്ക് ശരിക്കും ഇപ്പം നമ്മൾ ഏത് മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മോദയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് മോദയും ചൂരയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഏത് ഫിഷ് വേണമെങ്കിലും ഞാൻ ചോദിക്കും, ചാളയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? നമ്മുടെ മത്തി പറ്റുമല്ലേ? അപ്പം ഏത് മീനായാലും പറ്റും. ശരി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പോൾ ഈ ജഗതി ശ്രീവണ്ണ് പുഴ മത്സ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഗതിയൊക്കെ പറയുന്നില്ലേ? ആ പുഴയിലൊക്കെ പിടിക്കുന്ന ഒത്തിരി മീനില്ലേ, വരാൽ പോലെയുള്ള മുഷി പോലുള്ള മീനൊക്കെ, അതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? ആണല്ലേ? അത് ശരി. ഇത് ചിക്കനകത്ത് കാണാൻ ഞാൻ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ചേരുവകളാണെന്ന് ഒന്നുകൂടെ പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് നമ്മൾ ആദ്യം ഫിഷ് വറുക്കുകയാണ് ചെയ്യേണ്ടത്. വറുക്കാൻ മുളക് പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ് പിന്നെ നല്ല കളറുള്ള കാശ്മീരി പൂ, ഇത്ര സംഭവമാണ് നമ്മൾ ചേർത്ത് വറുക്കുന്നത്.
വറുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. അതിന് പുറമെ നമ്മൾ കുറച്ച് ഏരിയ പച്ചമുളകും കുരുമുളക് പൊടിയും അതുപോലെ ഇഞ്ചിയും ഒക്കെ നമ്മൾ വെളുത്തുള്ളി ഒക്കെ വീണ്ടും ചേർക്കും. ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. കട്ടിയായി കുറച്ചും കൂടെ കട്ടിയായി. അങ്ങനെ നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ ഫിഷ് നിർവ്വഹണ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിഷ് നിർവ്വഹണ മൂടി വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ഇതാ അടിപൊളി മണം. ആഹാ രാജേഷേട്ടാ, സംഭവം വെടിച്ചിലായിട്ടുണ്ട്, സംഗതി കിഡിലും ആയിട്ടുണ്ട്. ആ മണമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് നിർവ്വഹണ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ ആണോ? കപ്പയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ ഫിഷ് നിർവ്വഹണ ദാ ഇവിടെ ഇത് റെഡിയായി ഇരിക്കുകയാണ്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. ആദ്യം ഭയങ്കര ചൂടാണല്ലോ ഇത്. ഈ ചേട്ടൻ ഇത് എത്ര നാളോട് ഉണ്ടാക്കുന്നുണ്ട്? ഇത് ഞാനൊരു 2 മാസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. 2 മാസമായിട്ട് ഉണ്ടാക്കും. ഒരു രക്ഷ ചേട്ടാ. സംഭവം നമ്മൾ ആദ്യം പറഞ്ഞില്ല, ഇതൊരു ആടാർ ഐറ്റമാണ്. രാജേഷ് ഏട്ടൻ്റെ ഈ ഫിഷ് നിർവ്വഹണ ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് പ്രേക്ഷകർക്ക് നിറയിക്കോട്ടെ, ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള കിടിൽ ഒരു വിഭവമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ഗുഡ് ബൈ.